ഇടുക്കി പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി ഉടൻ നൽകി തുടങ്ങും. ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. പീരുമേട് ടീ കമ്പനി, MMJ പ്ലാന്റേഷൻ, മ്ലാമല എന്നീ എസ്റ്റേറ്റുകളിലെ തൊഴിലാളികൾക്കാണ് ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നത്. സുപ്രീം കോടതി നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ തൊഴിൽ വകുപ്പിന്റെ സഹകരണത്തോടെ ശേഖരിച്ച കണക്ക് പ്രകാരമുള്ള ഗ്രാറ്റുവിറ്റി തുക കോടതിയുടെ പരിഗണനയിലാണ്. തൊഴിലാളികൾക്ക് നൽകാനുള്ള തുക അടയ്ക്കാൻ പീരുമേട് ടീ കമ്പനി വിസമ്മതിച്ചതിനെ തുടർന്ന് 2 കോടിയിലധികം രൂപ സർക്കാരാണ് ലേബർ കമ്മീഷണറുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത്. മ്ലാമല എസ്റ്റേറ്റ് 1,92,40,394 രൂപയും MMJ 1,63,07,833 രൂപയും ലേബർ കമ്മീഷനിൽ അടച്ചിട്ടുണ്ട്. തോട്ടം തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക 6 മാസത്തിനകം നൽകണമെന്ന് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് 2 മാസം മുമ്പ് ഉത്തരവായിരുന്നു. ലേബർ കമ്മീഷണറുടെ സബ് കമ്മിറ്റിയുടെയും മേൽനോട്ടത്തിൽ തൊഴിലാളികളുടെ അക്കൗണ്ടിൽ ഗ്രാറ്റുവിറ്റി തുക നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതി നിയമിച്ച ഏകാംഗ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു ഉത്തരവ്. എന്നാൽ കമ്മീഷൻ കണ്ടെത്തിയ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക തോട്ടം മാനേജ്മെന്റുകൾ നൽകിയ കണക്കിനേക്കാൾ കൂടുതലാണ്. അതിനാൽ തോട്ടം മാനേജ്മെന്റ് സമർപ്പിച്ച തുക നൽകാനാണിപ്പോൾ ഉത്തരവിട്ടത്. കമ്മീഷൻ സമർപ്പിച്ച കണക്കാണ് ശരിയെന്ന് കണ്ടെത്തിയാൽ ബാക്കിയുള്ള തുക കോടതി നിശ്ചയിക്കുന്ന പലിശ സഹിത ഉടമകൾ നൽകണം. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ഫുഡ്, അഗ്രികൾച്ചറൽ ആൻഡ് അതേഴ്സ് എന്ന സംഘടന നൽകിയ ഹർജിയെ തുടർന്നാണ് ഗ്രാറ്റുവിറ്റി പ്രശ്നത്തിൽ സുപ്രീം കോടതി ഇടപെട്ടത്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസം എന്നീ സംസ്ഥാനങ്ങളിലെ തോട്ടം തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റിയെക്കുറിച്ച് പഠിക്കാനും കണക്കെടുക്കാനും റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് അഭയ് മനോഹർ സാപ്രയെ ഏകാംഗ കമ്മീഷനായി നിയോഗിച്ച് നടപടിയിലേക്ക് നീങ്ങി. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.